പൈൽസ്, ഫിഷേഴ്സ്, ഫിസ്റ്റുല, ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു 80% 90% വരുന്ന ഒരു റൂട്ട് കോസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചായിരിക്കും. അതിനുശേഷം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടാവും. ഈ ഫസ്റ്റ് കാണുന്ന പിക്ചറാണ് നമ്മൾ സാധാരണ പൈൽസ് എന്ന് പറയുന്ന കാര്യം കാണുന്നത്. ഈ ഇടത്തെ ഭാഗത്ത് കാണുന്നതാണ് പൈൽസ് എന്ന് പറയുന്നത്. രക്തക്കുഴല് കെട്ടിക്കിടന്ന് അതിൽ രക്തക്കുഴല് വീങ്ങി അതിൻ്റെ ഉള്ളിൽ രക്തം കെട്ടിക്കിടന്ന് ഒരു കുരു പോലെ വന്ന് അതിനുശേഷം ഒരു ഫിംഗർ പോലെ ഒരു വിരൽ വലപ്പത്തിലെല്ലാം വന്ന് അങ്ങനെ വരുന്ന ഒരു കാര്യമാണ് പൈൽസ് എന്ന് പറയുന്നത്. ഏനൽ ഫിഷർ എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിൽ, ഇതെല്ലാം മലദ്വാരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഫിഷർ എന്ന് പറയുന്നത് മലദ്വാരത്തിൽ വിള്ളലുകൾ വരുന്നതാണ്. ചെറിയ ചെറിയ പോറലുകൾ, വിള്ളലുകൾ, അതിൽ നിന്നും വരുന്ന രക്തം, അതാണ് ഫിഷർ എന്ന് പറയുന്നത്. ഫിസ്റ്റുല എന്ന് പറയുന്നത് ഒരു കനാലാണ്, ഒരു റൂട്ട് എന്ന് പറയാം. ഉള്ളിലുള്ള ഇവിടെ കാണുന്ന ഒരു ഇൻഫെക്ഷൻ കാരണം അതിൽ നിന്നും ചലനം പുറത്തള്ളാൻ വേണ്ടിയിട്ടുള്ള ശരീരം ഉണ്ടാക്കുന്ന ഒരു ചാനലാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും കാരണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, പൈൽസിൻ്റെ കാരണമാണ് ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, കാലങ്ങളായുള്ള മലബന്ധം. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ അടുത്ത് കാണാം. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ കാര്യം മലബന്ധം. അതേപോലെ തന്നെ മുക്കുന്നത്, പ്രഷർ കൊടുക്കുന്നത്, മലബന്ധം ഉള്ളത് കാരണം തന്നെയാണ്, മലം കട്ടിയായത് കാരണം തന്നെയാണ് അങ്ങനെ പ്രഷർ കൊടുക്കുന്നത്. അത് കാരണമാണ് പലപ്പോഴും ഈ ഒരു രക്തക്കുഴലിൽ വരുന്ന സ്ട്രെയിനുകൾ. മറ്റൊരു റീസൺ എന്ന് പറയുന്നത് അധികമായി ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോള് ഈ ഒരു രക്തക്കുഴലിനെ ഡാമേജ് ചെയ്യുന്നുണ്ടെങ്കിൽ, വെരിക്കോസ് വെയിന് വരുന്നത് പോലെ തന്നെ ചെറിയ തോതിൽ ഇങ്ങനെയും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അവിടെയും രക്തക്കുഴൽ ഡാമേജ് ആകുന്നുണ്ട്, ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഫിഷർ എന്ന് പറയുന്നത്, ഈ കാണുന്ന ഫിഷർ എന്ന് പറയുന്നത് വിള്ളലുകൾക്ക് റീസൺ ആവുന്നത് മെയിൻ ആയുള്ള ഒരു കാര്യമാണ് IBD എന്ന് പറയും, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. അതിൽ ഭയങ്കരമായി ലൂസ് മോഷൻ പോവുകയാണെങ്കിൽ, ഡയേറിയ പോവുകയാണെങ്കിൽ പലപ്പോഴും അവിടെ ഡീഹൈഡ്രേറ്റ് ആവും, വിള്ളലുകൾ വരും അവിടെ. പിന്നെ ഡീഹൈഡ്രേറ്റ് ആയി ജലാംശമില്ലാതെ വിള്ളലുകൾ വന്ന് മോയ്സ്ചർ ഇല്ലാതെ വരുന്ന വിള്ളലുകളാണ് ആ ഒരു ഡാമേജിന് കാരണമാകുന്നത്. ഫിസ്റ്റുല എന്ന് പറയുന്നത്, ഇവിടെ ഇതാ ചലം കെട്ടിക്കിടക്കുന്നത് കണ്ടില്ല, ചലം കെട്ടിക്കിടന്ന് അതിനുള്ള ഒരു കനാല് പുറത്തോട്ട് വരുന്നത്. അതിൻ്റെ ഒരു കാരണം ഇത് രണ്ടുമാകാം. ഒന്നെങ്കിൽ പൈൽസ് വന്നത് കാരണം, ഫിഷർ വന്നത് കാരണം അവിടെ ബാക്ടീരിയ, മോശമായ ബാക്ടീരിയകൾ വന്ന് ഭയങ്കരമായ ഇൻഫെക്ഷൻ വന്നതിന് ശേഷം, ഇൻഫെക്ഷൻ വന്നാൽ അവിടെ ചലമുണ്ടാകും. ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ കോശങ്ങൾ അവിടെ പോയി അവരുടെ പിന്നെ ഈ പറയുന്ന മറ്റുള്ള ബാക്ടീരിയകളെ എല്ലാം നശിപ്പിച്ച് അവിടെ ഒരു പോർക്കളമാണ്, ഒരു ജഡങ്ങൾ കെടുക്കുന്ന ഒരു ഡെഡ് ബോഡീസാണ്. മൊത്തം ഡെഡ് ബോഡീസും അതേപോലെ തന്നെ ഡീക്കേ ആയിക്കൊണ്ടിരിക്കുന്ന, ചീഞ്ഞലിഞ്ഞുകൊണ്ടിരിക്കുന്ന പല ബാക്ടീരിയകളാണ് ചേർന്ന് അവസാനം ആ ഒരു പസ് അല്ലെങ്കിൽ ചലം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. അതിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു കനാലാണ് ഈ ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പോൾ പൈൽസ് എന്ന് പറയുന്നത് മലബന്ധം കാരണം, ഫിഷർ എന്ന് പറയുന്നത് ലൂസ് മോഷൻ കാരണം, അവിടെ ഡ്രൈ ആയത് കാരണം വിള്ളലുകൾ വരും. അതേപോലെ തന്നെ ഫിസ്റ്റുല എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന, ഇത് രണ്ടും കാരണം, അതുമല്ലാതെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്ന ഒരു ചലം പുറം തള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ് ഫിസ്റ്റുല. അപ്പോൾ മൂന്നിലും ഈ ഒരു പിന്നെ പൈൽസിൽ ഈ ഫസ്റ്റ് കാണുന്നതിൽ എപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതിൽ മലം പോവുകയാണെങ്കിലും ശരി,
അല്ലെങ്കിൽ പോയില്ലെങ്കിലും ശരി എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ എപ്പോഴും പിന്നെ ചലം പുറന്തള്ളുന്നുണ്ടാവും, അതേപോലെ തന്നെ രക്തം പുറന്തള്ളുന്നുണ്ടാകും, പിന്നെ എപ്പോഴും ഒരു ചൊറിച്ചിലുണ്ടാകും, അരിച്ചിലുണ്ടാവും, അങ്ങനെ ഉണ്ടാവും. ഈ കാണുന്ന ഏനൽ ഫിഷർ എന്ന് പറയുന്നത് ഈ വിള്ളലുകൾ വന്നു കഴിഞ്ഞാൽ മലം പുറം തള്ളുമ്പോൾ മാത്രമാണ് അവിടെ വേദന ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഡിസ്കംഫേർട്ട് ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത സമയം വലിയ കുഴപ്പങ്ങളില്ല. പിന്നെ ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ബ്ലീഡിങ് ഉണ്ടാവും, രക്തം പുറന്തള്ളുന്നുണ്ടാവും. ഇതൊക്കെ എന്തിനാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഡയറ്റ് പലവരും വിചാരിക്കുന്നുണ്ടാവും എനിക്കില്ലല്ലോ എന്നുള്ളത്. പക്ഷേ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധവും ലൂസ് മോഷനും വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളാണിത്. നമ്മുടെ ഡയറ്റ് ശരിയല്ലാത്തത് കാരണം വരുന്ന കുഴപ്പങ്ങളാണിത്. അപ്പോൾ നമ്മുടെ ഡയറ്റ് എങ്ങനെയാണ് ഇതിനെ പരിഹരിക്കുന്നത് എന്നതിലോട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അതിനെക്കുറിച്ചൊരു സംശയം ഉണ്ടെങ്കിൽ ഞാനത് അവസാനം നമുക്ക് പറയാവുന്നതാണ്. അതേപോലെ തന്നെ ഈ അവസാനം കാണുന്ന ഫിസ്റ്റുല എന്ന് പറയുന്നത് ഈ പറഞ്ഞില്ലേ കനാല്, ചലം പുറന്തള്ളുന്ന കാര്യം ഉള്ളത്. ഇവിടെയും ബവൽ മൂവ്മെൻറ്റ്, മലം പുറന്തള്ളുന്ന, പിന്നെ നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്താണ് അവിടെയും വലിയ വേദനയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്കായി ചലവും രക്തമൊക്കെ പുറന്തള്ളുന്നുണ്ടാകും. അപ്പോൾ ഇതിന് സാധാരണ ഉള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ലേസർ ട്രീറ്റ്മെൻറ്റ്, അതേപോലെ തന്നെ റബ്ബർ ബാൻഡ് ലിഗേഷൻ എന്ന് പറയും. ഈ പൈൽസിനെ ചുറ്റി റബ്ബർ ബാൻഡ് ഇട്ട് അത് നശിച്ചതിന് ശേഷം അത് വീണ് കൊഴിഞ്ഞു പോകും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നിനും ലേസർ ട്രീറ്റ്മെൻറ്റും അങ്ങനെ ലോക്കലായി ചെയ്യുന്ന പല ട്രീറ്റ്മെൻറ്റുകളും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് വെറും ലോക്കലായി ചെയ്യുന്നതല്ല, നമ്മുടെ ശരീരത്തിൽ നിന്നും തന്നെ അതിനെ റിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മലം എന്ന് പറയുന്നത്, മലത്തെ ഉണ്ടാക്കുന്നതും അത് ശരീരത്തിൽ നിന്ന് ഒഴിപ്പിക്കുവാൻ സഹായിക്കുന്നതും ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയകളാണ്, നല്ല ബാക്ടീരിയകളാണ്. അപ്ടേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും ഇതിനെ ഒരു മലത്തിൻ്റെ രൂപത്തിലോട്ടാക്കി നമ്മുടെ ശരീരത്തിൽ നിന്നും പുറം തള്ളുവാൻ സഹായിക്കുന്നത് നമ്മുടെ കുടലിൻ്റെ ആ ഒരു പാമ്പ് എഴിയുന്ന പോലെയുള്ള തരംഗങ്ങൾ പോലെയുള്ള ഒരു മോഷൻ ഉണ്ടല്ലോ, പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയും. ആ ഒരു മൂവ്മെൻറ്റ് നമ്മുടെ ശരീരത്തിൽ സ്റ്റാർട്ട് ആകണം എന്നുണ്ടെങ്കിൽ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ ആവശ്യമുണ്ട്. ആ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഹാപ്പി ഹോർമോൺ എന്ന് പറയും. ഈ ഹോർമോൺ ഫസ്റ്റ് നമ്മുടെ ഇൻറ്റസ്റ്റൈനിനെ, നമ്മുടെ കുടലിനെ ആ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം, മലം പുറം തള്ളിയതിന് ശേഷമാണ് നമുക്ക് പിന്നീട് ഹാപ്പി ഹോർമോൺ, നമുക്ക് സന്തോഷം തരുന്ന ഒരു ഹോർമോണായി മാറുന്നത്. ഇത് രണ്ട് തരത്തിലാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. ഒന്ന്, ഈ ഹോർമോൺ ഇല്ലെങ്കിൽ, ഈ ഹോർമോണിൻ്റെ അഭാവത്തിൽ മലബന്ധമുണ്ടാവും. തീരെ എന്ത് നടക്കുന്നില്ല, ആ ഒരു മോഷൻ നടക്കുന്നില്ല, പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് നടക്കുന്നില്ല, ഈ ഹോർമോൺ ഇല്ലാത്തത് കാരണം. ലൂസ് മോഷൻ ആണെങ്കിൽ ഈ ഹോർമോൺ ഇവിടെ കെട്ടിക്കെടുക്കുന്നത് കാരണം ആ പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് ഒരു മിനിറ്റിൽ ഒരു നിശ്ചിത അളവുണ്ട്, ആ അളവിലും കൂടുതൽ പോകുമ്പോഴാണ് ഇങ്ങനെ പലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഹോർമോൺ കൂടിയാലും കുഴപ്പമാണ്, കെട്ടിക്കിടന്നാലും കുഴപ്പമാണ്, ഇല്ലെങ്കിലും കുഴപ്പമാണ്. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റായുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒന്ന് നോക്കിയാൽ മനസ്സിലാകും. ഫിഷർ എന്ന് പറയുന്നത് ആ ഒരു ഭാഗത്ത് ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ, ഫിഷർ എന്ന് പറയുന്നത് മുറിവാണ്, നമ്മൾ ആ രണ്ടാമത് കാണുന്നത് മുറിവാണ്. നമ്മുടെ ശരീരത്തിൽ എവിടെ മുറിവ് വന്നാലും, കയ്യിന് പോലും ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ നമ്മളത് എത്രത്തോളം സൂക്ഷിച്ചാണ് നമ്മളത് കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ വെള്ളം കൊണ്ട് കഴുകി, വലിയ പിന്നെ മുറിവുകളല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാറില്ല, നമ്മൾ പറ്റുന്നത്ര നമ്മൾ തന്നെ കഴുകി, അതേപോലെ തന്നെ സാനിറ്റൈസർ, വല്ല ആൽക്കഹോളോ എന്തെങ്കിലും ഒന്ന് ഇട്ട് സാനിറ്റൈസ് ചെയ്ത്, എന്നിട്ട് അതിനെ നമ്മൾ പൊടി കയറാതെ രൂപത്തിൽ നമ്മൾ ബാൻഡേജ് ഇട്ട് നമ്മൾ സൂക്ഷിക്കും. പക്ഷേ ഇവിടെ ഒന്ന് നോക്കിയാൽ എപ്പോഴും ഏറ്റവും വലിയ വേസ്റ്റായ മലം എപ്പോഴും ഇതിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മുറിവിൽ ഉണ്ടാകുന്ന ആ ഒരു എത്രത്തോളം അഴുക്കുകൾ അല്ലെങ്കിൽ മോശമായ പിന്നെ വേസ്റ്റുകളെല്ലാം അതിലെത്രത്തോളം പെടുന്നുണ്ട് എന്ന് ആലോചിച്ച് നോക്കാവുന്നുള്ളൂ. അപ്പോൾ അത് കാരണമാണ് പലപ്പോഴും ഈ മൂന്നാമത് കാണുന്ന
ഫിസ്റ്റുല എന്ന് പറയുന്ന ഇതിലോട്ടേക്ക് നയിക്കുന്നത്. കാരണം അവിടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചലം കെട്ടിക്കെടുക്കുകയും ചലത്തിന് പോകാൻ ഉള്ള ഒരു സ്ഥലമില്ലാത്തത് കാരണം എന്തോ ഇവിടെ കാണുന്ന പോലെ ഒരു കനാൽ ഉണ്ടാവുകയും എന്നിട്ട് അവിടെ നിന്നും ഒരു കുരുവിലൂടെ എപ്പോഴും ചലം ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഭാഗത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പോരാ. നമ്മൾ ഇവിടെ റൂട്ട് കോസിലോട്ട് നമ്മൾ ചെന്ന് അവിടെയാണ് നമ്മൾ ആ ഇൻഫെക്ഷനെ മാറ്റണം. ഇൻഫെക്ഷനെ മാറ്റുക തന്നെ വേണം. അപ്പോൾ നമ്മുടെ ഡയറ്റ് ഒരു ഇതിനെ ബാധിക്കുന്ന ഭയങ്കരമായി ഷുഗേഴ്സ് ഉള്ള ഒരു ഡയറ്റ് ആയത് കാരണം തന്നെ നമ്മുടെ നല്ല ബാക്ടീരിയകൾക്ക് അത് ഉപകാരപ്പെടുന്നില്ല. നമ്മൾ സാധാരണ ഇന്ത്യക്കാർ കഴിക്കുന്നത് 80% ചോറും ചപ്പാത്തിയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ മലബന്ധം കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ പൈൽസിലുണ്ടാകുന്ന ഈ ഞരമ്പ് നാഡികൾക്ക് ഉണ്ടാകുന്ന ഡാമേജും ഉണ്ടാക്കുവാനും കാരണമാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഡയറ്റിൽ ഇനി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് സോളിബിൾ ഫൈബേഴ്സും അതേപോലെ തന്നെ പ്രോബയോട്ടിക്സും ആണ്. നന്നായി ഈ ഒരു ബാക്ടീരിയനെ വളർത്തുകയും അതിനാവശ്യമായുള്ള വളം അല്ലെങ്കിൽ അതിനാവശ്യമുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ സോളിബിൾ ഫൈബേഴ്സ് കൊടുക്കുന്നത്. കൂടുതലും പച്ചക്കറികൾ തന്നെയാണ്. പലപ്പോഴും പറയാറുണ്ട് അരി അല്ലെങ്കിൽ ഗോതമ്പിലെല്ലാം ഫൈബേഴ്സ് ഉണ്ട് എന്നുള്ളത്. പക്ഷെ ആ ഫൈബേഴ്സ് എന്തല്ല, സോളിബിൾ ഫൈബേഴ്സ് അല്ല, ഇൻസോളിബിൾ, വെള്ളത്തിൽ ജലാംശത്തിൽ അലിയുവാൻ കഴിവുള്ള അല്ലെങ്കിൽ ശേഷിയുള്ള ഫൈബർ കണ്ടൻ്റ് അല്ല നമ്മൾക്ക് വേണ്ടത്. ജലാംശത്തിൽ അലിയുന്ന അത് വഴുവഴുപ്പുള്ള, ഇപ്പോൾ ഹസ്ഹസ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചിയ സീഡ്സ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വെണ്ടയ്ക്ക നോക്കുകയാണെങ്കിൽ ഒക്കെ അതിലൊരു വഴുവഴുപ്പുള്ള ഒരു സബ്സ്റ്റൻസ്, അതൊക്കെ സോളിബിൾ ഫൈബേഴ്സാണ്. അതേപോലെ തന്നെ സവാളയിൽ ഇതിലൊക്കെ സോളിബിൾ ഫൈബേഴ്സ് ധാരാളമായി നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതൊന്നും നമ്മൾ കൃത്യമായി യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ഡയറ്റിൽ നമ്മൾ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞാൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കറക്റ്റായുള്ള തോതിൽ നമ്മൾ വെജിറ്റബിൾസ് എടുക്കുന്നില്ല. ന്യൂട്രീഷനെ കുറിച്ച് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, വെജിറ്റബിൾസ് എന്താണ്, അതേപോലെ തന്നെ ഗ്രെയിൻസ് എന്താണ് എന്നുള്ളത് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് എടുക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് അതിലുള്ള പോഷകങ്ങൾ ഇത്രയും ഡിഫറെൻ്റ് ആകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തെന്നാലും നമ്മുടെ ഈ ഒരു ഡയറ്റ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ആ ഒരു റൂട്ട് കോസിനെ നമ്മൾ മാറ്റിയെടുക്കുകയാണ്. മാത്രമല്ല നമ്മൾ ഷുഗേഴ്സ് കട്ട് ഡൗൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി നന്നായി വളരുന്നുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇമ്മ്യൂണിറ്റി എന്തുകൊണ്ട് ആവശ്യമാണ്? ഇവിടെ ഇത്രയും വലിയൊരു ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സെൽസ്, നമ്മുടെ ശരീരത്തിന് തന്നെ അതിനോട് പോരാടാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ കുഴപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ്. നമ്മുടെ ശരീരം എപ്പോഴും ശരീരത്തിൻ്റെ എനർജി എന്തിലോട്ടാണ് പോകുന്നത്? നമ്മൾ ഭക്ഷണം കഴിച്ച് ഒരു നേരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ, ചുരുങ്ങിയത് ഒരു 3-4 മണിക്കൂർ എടുക്കും അത് കറക്റ്റായി ഒന്ന് ഡൈജസ്റ്റ് ചെയ്ത് വന്ന് പുറന്തള്ളാൻ, ഏറ്റവും ചുരുങ്ങിയത്. പക്ഷെ ആ ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മൾ വീണ്ടും കഴിക്കുകയാണ്. ഇതാണ് നമ്മൾ സാധാരണ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശരീരത്തിൻ്റെ പൂർണ്ണമായുള്ള എനർജി അതിലോട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഫുഡിനെ എങ്ങനെയെങ്കിലും നമ്മളൊന്ന് എടുത്ത് പുറത്തോട്ട് എത്തിക്കണം, അതിൽ നിന്നുള്ള ശേഖരിക്കാൻ പറ്റിയതൊക്കെ ശേഖരിച്ച് പുറത്തോട്ട് എത്തിക്കണം എന്നുള്ള എപ്പോഴും ബോഡിയുടെ കോൺസെൻട്രേഷൻ അതിലോട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 12 മണിക്കൂർ 14 മണിക്കൂർ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൊടുക്കുന്ന സമയത്ത് ശരീരത്തിന് നന്നായി എന്ത് കിട്ടുന്നുണ്ട്? നല്ല രീതിയിലുള്ള ഒരു ടൈം, ഒരു ബ്രേക്ക് കിട്ടുന്നുണ്ട്. മറ്റുള്ള കാര്യങ്ങളിലോട്ട്, മറ്റ് വേസ്റ്റുകളിലോട്ട്, മറ്റ് ശരീരത്തിൽ ആവശ്യമുള്ള സ്ഥലത്തിൽ റിപ്പയർ കൊണ്ടുവരാനും അതേപോലെ തന്നെ ആ ഒരു സമയത്ത് നന്നായി ഇമ്മ്യൂൺ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരം ഫാസ്റ്റിംഗ് ടൈമിൽ ഇമ്മ്യൂൺ സെൽസ് നന്നായി ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റിപ്പയറുകൾ നടക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഓരോ കോശങ്ങളിലുള്ള വേസ്റ്റുകളും പുറന്തള്ളാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡയറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പൈൽസോ ഫിഷിലോ ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായും എടുക്കേണ്ടതാണ്. മാത്രമല്ല നമ്മൾ കഴിക്കുമ്പോൾ നല്ല കൊഴുപ്പുകൾ, നല്ല കൊളസ്ട്രോൾ ഉണ്ട്, മോശമായ കൊളസ്ട്രോൾ ഉണ്ട്. നല്ല കൊഴുപ്പുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. നല്ല കൊഴുപ്പുകൾ എടുക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഈ പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞല്ലോ, ആ പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് വെറും ബാക്ടീരിയകൾ, മെയിനായി ബാക്ടീരിയകളാണ്. അതുമല്ലാതെ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ബൈൽ എന്ന് പറയുന്നത്, പിത്തം എന്ന് പറയുന്നത്.
പിത്തം പിന്നെ വന്നു കഴിഞ്ഞാലും ശരീരത്തിൽ എക്സ്ക്രീറ്റ് ആയി കഴിഞ്ഞാലും ഈ പറയുന്ന ഒരു പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. അതോടൊപ്പം നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, സാധാരണ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു താൽക്കാലിക പരിഹാരമായി കാണാവുന്ന ഒരു കാര്യമാണ് ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള പാലിൽ ഒരു 2-3 ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ, നല്ല കൊഴുപ്പല്ല, നല്ല കൊളസ്ട്രോളാണ്, അതിട്ട് കഴിഞ്ഞാൽ ആ ഒരു ദിവസം രാത്രി കുടിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം കാലയിൽ നമുക്ക് ശോധന ഉണ്ടാകും. കാരണം ആ ബൈല് സെക്രീറ്റ് ആകുന്നുണ്ട്, പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് ഫിഷർ ഉണ്ട്, നിങ്ങൾക്ക് പിന്നെ ലൂസ് മോഷൻസ് ഭയങ്കരമായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധാരാളമായും മോര് കഴിക്കാവുന്നതാണ്. മോരിൽ നന്നായി ബാക്ടീരിയകളുണ്ട്, നല്ല ബാക്ടീരിയകളുണ്ട്. മാത്രമല്ല അതിൽ കൊഴുപ്പില്ലാത്തത് കാരണം അതിൽ നിന്ന് വെള്ളം എടുത്ത് കളയുകയാണല്ലോ, അതുകൊണ്ട് നമുക്ക് പിന്നെ ബൈല് സെക്രീറ്റ് ആവുകയില്ല. അത് കാരണം വീണ്ടും ലൂസ് മോഷൻ വരികയില്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു 3 നേരമായി 3 ഗ്ലാസ് ബട്ടർ മിൽക്ക് മോര് കുടിക്കാവുന്നതാണ്. അതോടൊപ്പം ഈ ടിഷ്യൂസിനെല്ലാം ഡാമേജ് ചെയ്യുന്ന ഷുഗറുകൾ, അന്നജം ഒക്കെ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നന്നായി കുറയ്ക്കുക. മീറ്റ്, പ്രോട്ടീനൊക്കെ കഴിക്കുന്നത് കാരണം തന്നെ ഇവിടെ റിപ്പയറുകളും ധാരാളമായി നടക്കും. അപ്പോൾ ഇതാണ് ഒരു ചുരുക്കം. ഞാൻ കൂടുതൽ സയൻസിലോട്ട് കടക്കുന്നില്ല.